ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിഷയം അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ടാബിൽ എങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യാം, അത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിറ്റി ടാബിനെ കുറിച്ചും അതിൻ്റെ ഉപകാരങ്ങളെ കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഈ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പലരുടെയും ചാനൽ ഞാൻ തുറന്നു നോക്കുമ്പോൾ പലപ്പോഴും ഇത് തീരെ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയാത്തവരുണ്ട്. 1080 എന്ന് പറയുന്ന ഒരു സൈസാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നിന്നോ ഏത് സൈസും നിങ്ങൾക്ക് ഉപയോഗിക്കും. കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് അതാണ്. അത് നിങ്ങൾ ഏത് ആപ്പ് യൂസ് ചെയ്യുമ്പോഴും അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തു വെച്ച ഒരു പോസ്റ്റർ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു യഥാക്രമമായിട്ടുള്ള ഒരു വീഡിയോസാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കാണുക. ഏതായാലും നമുക്ക് ആ ഒരു ഡെമോയിലേക്ക് പോകാം. വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് നമ്മുടെ വീഡിയോ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം യൂട്യൂബ് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഏത് വീഡിയോസാണോ അത് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ എൻ്റെ വീഡിയോസ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ ഷെയർ ബട്ടൺ അമർത്തുന്നു. അടിയിൽ കോപ്പി ലിങ്ക് എന്ന് കാണാം. അത് പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ അത് പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ നേരെ പുറകോട്ട് വരുന്നു. വന്നതിന് ശേഷം പ്ലസ് ബട്ടണിൽ വീണ്ടും അമർത്തുന്നു. ഇങ്ങനെ പ്ലസ് ബട്ടണിൽ അമർത്തുമ്പോൾ പോസ്റ്റ്, ലൈവ്, ഷോർട്സ് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻ വരുന്നു. അവിടെ പോസ്റ്റ് എന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ പോസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസ് കാണാം. നമ്മൾ ചെയ്ത് വെച്ച ഫോട്ടോസ് ഓൾറെഡി അവിടെ ഉണ്ട്. ദേ കിടക്കുന്നു. ആ പോസ്റ്ററിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ദേ വന്ന് കിടക്കുന്നു. ഇവിടെ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ? ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ചെറിയ ക്യാപ്ഷൻ കൊടുക്കുക, നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെറിയ റൈറ്റ് മെസ്സേജ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഞാൻ ഇവിടെ നമ്മൾ എന്താണ് ഇനി നിങ്ങൾക്കും ഈസിയായി വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം എന്നുള്ളത് എഴുതിയതിന് ശേഷം നമ്മുടെ ലിങ്ക് ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് അവിടെ ഒന്ന് ഞെക്കിയാൽ നമ്മുടെ ആ ലിങ്ക് പേസ്റ്റ് ആകും. ആ ലിങ്ക് 2 പ്രാവശ്യം ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒറ്റ പ്രാവശ്യം നമ്മൾ ഒരിക്കലും പേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. 2 പ്രാവശ്യം ആകുമ്പോൾ വിരൽ തട്ടിയാൽ പെട്ടെന്ന് വീഡിയോസ് കാണാൻ പറ്റും. ഏതെങ്കിലും ഒന്നിൽ വിരൽ പ്രസ്സാകും. എന്നിട്ട് ഞാൻ ഒരു ലെറ്ററും കൂടെ എഴുതി. ഒന്ന് ശ്രമിച്ചു നോക്കൂ, വളരെ ഈസിയാണ്. ഇതാണ് ഞാൻ വീണ്ടും എഴുതിയത്. ഇത് എഴുതി ആ മുകളിൽ കാണുന്ന ആ ഒരു പോസ്റ്റ് എന്ന് ഞെക്കിയാൽ ഇതിൻ്റെ പരിപാടിയെല്ലാം തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, എല്ലാം ഓക്കെയാണ്. ഇനി നിങ്ങൾക്കും ഈസിയായി വീഡിയോ എഡിറ്റ് ചെയ്യാം. എല്ലാം വായിച്ചു ഞാൻ എല്ലാം ക്ലിയറാണ്. ഇനി ഒന്നും ശ്രമിച്ചു നോക്കൂ, വളരെ ഈസിയാണ്. അക്ഷരപ്പിശകൊന്നും വലുതായിട്ടൊന്നും കാണുന്നില്ല. പോസ്റ്റ് എന്ന ഭാഗം ഇനി ഞാൻ ഞെക്കുന്നു. ആ പോസ്റ്റ് ഞെക്കിയപ്പോൾ സംഭവം പോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റെ ചാനലൊന്ന് കയറി നോക്കാം എങ്ങനെയാണ് ആ പോസ്റ്റർ കിടക്കുന്നുള്ളത്. ഞാൻ എൻ്റെ ചാനലിൽ കയറി കമ്മ്യൂണിറ്റി എന്നത് സെലക്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, വളരെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കണ്ടില്ലേ? നിങ്ങളും ഇതുപോലെ ഇടയ്ക്കൊക്കെ നിങ്ങളെ വീഡിയോസിൻ്റെതൊക്കെ ഇങ്ങനെ ചെയ്യുക. ഇത് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാൻ സഹായിക്കും. ഓക്കെ പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ടാബും അതിൻ്റെ ഒരു ബെനിഫിറ്റും ഒക്കെ കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവരുടെ വീഡിയോസ്, പഴയ വീഡിയോസിനൊക്കെ പുതിയ കമ്മ്യൂണിറ്റി ടാബൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും പിന്നെ ചെറിയൊരു ഗ്രോത്ത് ഒക്കെ വരുന്നത് കാണാം. വലിയ ഗ്രോത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ചെറിയ ഗ്രോത്ത് എന്ന് പറയാൻ കാരണം ഇത് ഇട്ടിട്ട് പിന്നെ ഒരു 5, 6, 10, 100 വ്യൂസ് വന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അയ്യോ അയാളത് പറഞ്ഞു, അയാൾ പറയുന്നത് ശരിയല്ല എന്ന് പറയരുത്. എല്ലാ വീഡിയോസിനും എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക. കാരണം നിങ്ങൾ ഈ ഓപ്ഷനുകളെല്ലാം ഉപയോഗിക്കുക. ഷോർട്സ് ഇടുന്നവൻ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഒരു പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മെയിൻ വീഡിയോസിൻ്റെ ട്രാഫിക് കുറഞ്ഞു പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലെല്ലാം യൂസ് ചെയ്ത് വരിക എന്നുള്ളത്. ഇടയ്ക്ക് മെയിൻ വീഡിയോസ് ഇടുക, ഇടയ്ക്ക് ഷോർട്സ് ഇടുക. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിറ്റി ടാബിനും ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും എത്ര ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എല്ലാം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിനെ എങ്ങനെ എൻഗേജ് ആക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മെയിൻ വീഡിയോസ് ഇടാൻ സമയമില്ലാത്തപ്പോൾ നിങ്ങൾ ഷോർട്സ് ഇട്ടോളൂ. ഷോർട്സ് ഇടാൻ പോലും നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്ത് ഇത്തരം പോസ്റ്ററുകൾ നിർമ്മിക്കുക. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ലൈവ് ഇടാൻ പറ്റുമെങ്കിൽ ലൈവ് ഇടൂ. അപ്പോൾ അത്തരത്തിൽ ഫുൾ ടൈം നമ്മൾ ചാനൽ എൻഗേജ് ആക്കി നിർത്തിയാൽ തീർച്ചയായിട്ടും നല്ല റീച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടാകും. കണ്ടന്റ് ക്രിയേറ്റർ
മാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ ഞാൻ പലപ്പോഴും ഇത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടി പറയാണ്, ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത പല വീഡിയോസും ഇടുന്ന പലരുമുണ്ട്. അവര് വെറുതെ യൂട്യൂബിൽ നിന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് സ്വയം ചിന്തിക്കുക. കാരണം അവൻ എടുക്കുന്ന വീഡിയോസും ഇയാൾ എടുക്കുന്ന വീഡിയോസും അല്ലെങ്കിൽ കണ്ണൂരിൽ കാണുന്നതെല്ലാം ഒരു വീഡിയോസ് എടുത്ത് ഒരു തമ്പനയിലിന്റെ സഹായം പോലും ഇല്ലാതെ അങ്ങോട്ട് ഇടുക. കഷ്ടകാലത്തിന് ഏതെങ്കിലും ഒരു വീഡിയോസ് ഒക്കെ ഒരു 100K ഒക്കെ കയറി പോയിട്ടുണ്ടായിരിക്കും. ഇത് കണ്ട് ഇവന് പിന്നീട് എല്ലാ വീഡിയോസും ഇത് തന്നെയായിരിക്കും പണി. അപ്പൊ അത്തരത്തിലുള്ളതല്ല, ഒരു കാറ്റഗറി നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോസ് മാത്രമായി അത്തരത്തിലൊരു പേര് നൽകിക്കൊണ്ടൊക്കെ ആയിരിക്കണം വീഡിയോസ് ഇടേണ്ടത്. ഇതിനെ കുറിച്ചിട്ടായിരിക്കും ഇനി എൻ്റെ അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വീണ്ടും അടുത്ത വീഡിയോസിൽ കാണും വരേക്കും ബൈ.